കാലാനുസൃതമായ നൈപുണ്യ വികസനത്തിലൂടെ മാത്രമേ മികച്ച തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കൂവെന്ന് കേരള IT വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ശ്രീറാം സാംബശിവറാവു IAS അഭിപ്രായപ്പെട്ടു. കേരള സർക്കാരിന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ICT അക്കാദമി ഓഫ് കേരള സംഘടിപ്പിച്ച 9ാമത് അന്താരാഷ്ട്ര കോൺക്ലേവ് ഇക്സൈറ്റ് 2026 ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. And this year we are conducting this program. We are especially on reimagining skills for resilient, sustainable future. In fact, I am quite happy to see the scale of this program. I would like to especially congratulate ICT Academy for conducting this program and I have come to the facilities of the program. It has been well innovative. One of the panel discussions, workshops, partner talks, first and final. We are focusing on these three things a lot. Of course, I know other people just now. Now, first is about the governance that exists in Kerala. You are aware the system-friendly governance that exists in Kerala mentioned strong systems we have. And the priority you are aware that the peace and more important the quality. സുസ്ഥിരമായ ഭാവിയെ കെട്ടിപ്പടുക്കുന്നതിൽ സാങ്കേതിക വിദ്യയുടെ പങ്ക് നിർണായകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അങ്കമാലി അറ്റ്ലസ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ സുസ്ഥിരവും ഇരുത്തതുമായ ഒരു ഭാവിക്ക് വേണ്ടിയുള്ള നൈപുണ്യ പുനർവിഭാവനം എന്ന പ്രമേയത്തിലാണ് കോൺക്ലേവ് നടന്നത്. വ്യവസായ ലോകത്തിന് അനുയോജ്യമായ പരിശീലന പരിപാടികൾ, സഹകരണങ്ങൾ, വൻകിട പദ്ധതികൾ എന്നിവയുടെ തൊഴിൽ നൈപുണ്യത്തിലൂടെ വിടവ് നികത്തുന്നതിനും സാങ്കേതിക മേഖലയിലെ പുത്തൻ അവസരങ്ങൾക്കായി കേരളത്തിലെ യുവതയെ സജ്ജമാക്കുന്നതിനും ICT അക്കാദമി വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്ന് ICT അക്കാദമി CEO മുരളീധരൻ മന്നിങ്കൽ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു. ഗൂഗിൾ ഫോർ ഡെവലപ്പേഴ്സ്, മാംഗോ, ഡിബി റിഫ്ലക്ഷൻസ്, ഇൻഫോ സിസ്റ്റംസ്, CIO അസോസിയേഷൻ എന്നിവയുടെ സഹകരണത്തോടെയാണ് ഇക്സൈറ്റ് സംഘടിപ്പിച്ചത്. ഗൂഗിൾ, WS, IBM തുടങ്ങിയ ആഗോള കമ്പനികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന വർക്ക്ഷോപ്പുകളും ഹയർ സൈഡ് ചാറ്റുകളും വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണലുകൾക്കും പുത്തൻ സാങ്കേതിക വിദ്യകളെ അടുത്തറിയാൻ അവസരമൊരുക്കി. മികച്ച പങ്കാളിത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്റർനാഷണൽ നോളജ് ഓഫീസർമാർക്കുമുള്ള പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. കോൺക്ലേവിന്റെ വിവിധ സെഷനുകളായി TCS വൈസ് പ്രസിഡന്റ് ദിനേശ് തമ്പി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ജഗതി രാജ്, VP നാസ്കോ ന്റെ CEO ഡോക്ടർ ഉപമിത് സിംഗ്, ഇൻഫോ പാർക്ക് ആൻഡ് കോഴിക്കോട് സൈബർ പാർക്ക് CEO സുശാന്ത് കുറുന്തിൽ, CEO അസോസിയേഷൻ ഓഫ് ഇന്ത്യ കേരള ചാപ്റ്റർ പ്രസിഡന്റ് ശ്രീകുമാർ ബാലേന്ദ്രൻ, ICT അക്കാദമി അക്കാദമിക് ഓപ്പറേഷൻസ് ഹെഡ് സാജൻ M എന്നിവർ സംസാരിച്ചു.